നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കൊലയാളിക്ക് കഠിന ശിക്ഷ. ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിസാമിന് 24 വർഷം തടവും ജീവപര്യന്തവും വിധിച്ച് തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. 80,30,000 രൂപ പിഴ. ഇതിൽ 50 ലക്ഷം ചന്ദ്രബോസിന്റെ കുടുംബത്തിന് നൽകണമെന്നും കോടതി. ദേശീയ ശ്രദ്ധയാകർഷിച്ച കേസിൽ അന്തിമവിധി വന്നത് ചന്ദ്രബോസ് മരിച്ച് 1 വർഷം തികയാൻ 8 ദിവസം ബാക്കി നിൽക്കെ. കള്ളസാക്ഷി പറഞ്ഞ നിസാമിന്റെ ഭാര്യ അമലിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം. നിസാമിന് ലഭിച്ചത് പരമാവധി ശിക്ഷയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു. 6 വകുപ്പുകളിൽ ലഭിച്ച ശിക്ഷകൾ പ്രതി പ്രത്യേകം അനുഭവിക്കണം. ശിക്ഷയിൽ പൂർണ്ണ തൃപ്തിയില്ലെന്ന് ചന്ദ്രബോസിന്റെ ഭാര്യ. സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വ്യവസായി നിസാം കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചത് ഇന്നലെ. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് സർക്കാർ. ജയരാജൻ പ്രതിപട്ടികയിൽ. കതിരൂർ മനോജ് വധക്കേസിൽ P. ജയരാജൻ 25ാം പ്രതി. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ UAPA നിയമപ്രകാരം CBI ചുമത്തിയത് ഗൂഢാലോചനാ കുറ്റം. റിപ്പോർട്ട് തലശ്ശേരി സെഷൻസ് കോടതിയിൽ. AKG ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നടപടിയോട് പ്രതികരിക്കാനില്ലെന്ന് ജയരാജൻ. കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല എന്ന കാരണത്താൽ ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ കോടതി തള്ളിയത് കഴിഞ്ഞ ദിവസം. നിർണായക നടപടിയിൽ സ്ഥിതി വിലയിരുത്താൻ കണ്ണൂരിൽ അടിയന്തര CPM ജില്ലാ കമ്മിറ്റി. വിടവാങ്ങി വിസ്മയ നടനം. വൈഭവത്തിന്റെ നടനമുദ്ര കൊണ്ട് ലോകവേദിയിൽ വിസ്മയം ചേർത്ത് മൃണാളിനി സാരാഭായ് ജീവിതമുദ്ര മായ്ച്ച് വിട ചൊല്ലി. മലയാളത്തിന്റെ മകളായി പിറന്ന് നൃത്തകലയിലൂടെ ലോകമെങ്ങുമുള്ള അരങ്ങുകളെ ആരാധനാപാത്രമാക്കിയ വിശ്രുത നർത്തകിയുടെ വിയോഗം 97ാം വയസ്സിൽ അഹമ്മദാബാദിൽ. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന് ജാതകമെഴുതിയ വിക്രം സാരാഭായിയുടെ ഭാര്യയായ മൃണാളിനി നടനകലയിലൂടെ നവരസങ്ങൾ ചേർത്തത് ഭരതനാട്യത്തിലും കഥകളിയിലും. സ്വിറ്റ്സർലാൻഡിലും മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യയായി ശാന്തിനികേതനിലും പഠനം പൂർത്തിയാക്കിയ മൃണാളിനി നൃത്തവിദ്യാലയമായ ദർപ്പണയ്ക്ക് തുടക്കമിട്ട് അഹമ്മദാബാദിൽ അരങ്ങുറപ്പിച്ചത് 1948. രാഷ്ട്രം പത്മഭൂഷൺ പത്മശ്രീ ബഹുമതികൾ നൽകി ആദരിച്ച വിഖ്യാത നർത്തകിക്ക് ലോകത്തിന്റെ പ്രണാമം. പടരുന്ന സമരാഗ്നി. ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയെ തുടർന്നുള്ള പ്രക്ഷോഭം കൂടുതൽ രൂക്ഷമാകുന്നു. സംഭവം ദളിത് പ്രശ്നമല്ലെന്ന മന്ത്രി സ്മൃതി ഇറാനിയുടെ പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്തുണയായി പ്രൊഫസർമാർ. സർവകലാശാലയിൽ നിന്നോ മാനവശേഷി മന്ത്രാലയത്തിൽ നിന്നോ ദളിത് വിരുദ്ധ നീക്കം ഉണ്ടായിട്ടില്ലെന്ന് സ്മൃതി ഇറാനി. സംഭവത്തിൽ രാജിയില്ലെന്ന് ആവർത്തിച്ച് സ്മൃതിക്കു പുറമെ തൊഴിൽ മന്ത്രി ബെൻഡാരു ദത്താത്രേയയും വൈസ് ചാൻസലർ P. അപ്പറാവുവും. ദളിത് വിദ്യാർത്ഥി രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് വഴിവെച്ച സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ കേന്ദ്രമന്ത്രിമാർ രാജിവെക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസും ഇടതുകക്ഷികളും. കേന്ദ്രമന്ത്രിമാർക്കും VC-ക്കുമെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. കേരളത്തിന് മെട്രോ കാലം. കൊച്ചി മെട്രോയ്ക്ക് ട്രാക്ക് ഉണരുന്നതിന് പിന്നാലെ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ട്രാക്കിലേക്ക്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ഇടക്കാല കൺസൾട്ടൻസി സംബന്ധിച്ച് സംസ്ഥാന സർക്കാരും DMRC-യുമായി കരാർ പ്രാബല്യത്തിൽ. കരാർ പ്രകാരം DMRC നിർവഹിക്കുക നിർദ്ദിഷ്ട പദ്ധതിക്ക് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്നതുവരെയുള്ള പ്രാരംഭ ജോലികൾ. തലസ്ഥാനത്തും കോഴിക്കോട്ടും ഭൂമി ഏറ്റെടുക്കൽ ആദ്യ കടമ്പ. മേൽപ്പാലങ്ങളുടെ രൂപരേഖ ഉടൻ തയ്യാറാക്കുമെന്ന് ഉപദേഷ്ടാവ് E. ശ്രീധരൻ. കൊച്ചി നഗരത്തിന് യാത്രാവേഗത്തിന്റെ പുതിയ മുഖം നൽകി മെട്രോ റെയിൽ ട്രാക്കിലേക്ക്. ഇന്ന് രാവിലെ ടെസ്റ്റ് ട്രാക്കിൽ നടത്തിയ ഓട്ടം തൃപ്തികരം. ട്രാക്കിലൂടെയുള്ള ഔദ്യോഗിക ട്രയൽ റൺ മറ്റന്നാൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.